ലൂമൻ ജെൻസിയും ജനങ്ങളുടെ പ്രകാശം. ആമുഖം. രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ ഭാഗമായി 1964 പ്രസിദ്ധീകരിച്ച രണ്ടാം വത്തിക്കാൻ പ്രമാണരേഖ ജനതകളുടെ പ്രകാശം കത്തോലിക്ക സഭയുടെ അടിത്തറയെ സംബന്ധിച്ച ആധികാരിക ദൈവശാസ്ത്രരേഖയാണ്. സഭയുടെ സ്വഭാവം, സവിശേഷതകൾ, തനിമ, ദർശനങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ദൈവോന്മുഖമായ ദൗത്യപ്രകാശനം, ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ആഗോള വ്യാപകമായി സാക്ഷ്യപ്പെടുത്തുവാനുള്ള സഭയുടെ കൗദാശിക പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് ഈ പ്രമാണരേഖയിൽ പ്രതിപാദിക്കുന്നു. സഭയുടെ സ്വഭാവവും വ്യക്തിത്വവും. ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയിൽ പ്രാഥമികമായി സഭയുടെ ദൈവനിവേശിത മഹിമ, പ്രകൃത വൈവിധ്യതകൾ, വ്യക്തിത്വ സവിശേഷതകൾ, ദൗത്യ സന്ദേശം, സർഗാത്മക ഭാവം ഇവ എന്തെന്ന് വിശദീകരിക്കുന്നു. ക്രിസ്തുവിനെ പരമകാരുണ്യകനായ മാർഗദർശിയായും പരിശുദ്ധാത്മാവിനെ ആത്മീയ നായകനായും സ്വീകരിച്ചിരിക്കുന്ന സഭയെ ദൈവത്തിൻ്റെ ജനസമൂഹമായി ജനതകളുടെ പ്രകാശത്തിൽ സ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ദൈവവിശ്വാസികൾ അവിഭാജ്യ ഘടകമായി വർത്തിക്കുന്ന സഭ ക്രിസ്തുവിൻ്റെ പ്രതീകാത്മക ശരീരമാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രവചനവും മനുഷ്യരുടെ രക്ഷയിലേക്കുള്ള മാർഗവുമായി ആധാരപ്പെട്ടിരിക്കുന്ന സഭ ഒരു സാർവത്രിക സമൂഹത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെയുള്ള സഭ ദൈവീക കാഴ്ചപ്പാട് ലോകമാകെ പ്രഘോഷിക്കുന്ന ചാലകമായി പ്രവർത്തിക്കണം. വിശ്വാസികൾക്ക് സഭ വിശുദ്ധിയിലേക്കുള്ള പ്രതീക്ഷയും കവാടവുമാകണം. പരസ്പര സ്നേഹം, കാരുണ്യം, ദയ, സാഹോദര്യം, സഹിഷ്ണുത തുടങ്ങിയ ക്രൈസ്തവ മൂല്യങ്ങൾ പിന്തുടർന്ന് സഭ അതിൻ്റെ വ്യക്തിത്വം ഉറപ്പിക്കണം. വിശ്വാസ സമൂഹത്തെ ക്രിസ്തുവിൽ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ദൈവീകതയുടെ പതാകവാഹകരായി മാറ്റിത്തീർക്കുന്നിടത്ത് സഭയുടെ വ്യക്തിത്വം പ്രകാശമാനമാകുന്നു. സഭയിൽ ആത്മായരുടെ പ്രവർത്തനവും പങ്കാളിത്തവും. സഭയുടെ ക്രൈസ്തവ ദൗത്യത്തിൽ ആത്മായർക്കുള്ള പങ്കാളിത്തവും ഉത്തരവാദിത്വവും എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് ജനതകളുടെ പ്രകാശത്തിൽ സുവ്യക്തതയോടെ വിവരിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുകയും അതത് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്യുന്ന ആത്മായർ സഭയുടെ അവിഭാജ്യതയാണ്. അവരിലൂടെയാണ് സഭ അതിൻ്റെ അന്തസ്സും അഭിമാനവും ആദിജാത്യവും ലോകസമക്ഷം പ്രകടിപ്പിക്കുന്നത്. സ്നേഹം, നീതി, സമാധാനം എന്നിവ അസ്ഥിവാരമായ ദൈവരാജ്യത്തിന് ഭൂമിയിൽ സാക്ഷ്യം വഹിക്കുന്നവരാണ് ആത്മായർ. അവർ ദൈവത്തോടൊപ്പം സഭയുടെ രാജകീയ പൗരോഹിത്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു. അതുവഴി പവിത്ര ജീവിതത്തിനും ആരാധനയ്ക്കും സ്വയമേവ സമർപ്പിക്കപ്പെടുകയും മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ചെയ്യുന്നു. ക്രിസ്തീയ മൂല്യങ്ങൾ വളർച്ച നേടുന്ന സഭയുടെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. കുടുംബത്തിൻ്റെ രൂപപ്പെടൽ ആത്മായരിലൂടെയാണ് സംഭവിക്കുന്നത്. മത, വംശ, വർഗ, രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പൊതുസമൂഹത്തിൽ സത്യം, ധർമ്മം, നീതി, സഹിഷ്ണുത, സഹോദര്യം തുടങ്ങിയ ക്രൈസ്തവ മൂല്യങ്ങളുടെ അന്തസത്ത പ്രക്ഷേപണം ചെയ്യേണ്ടവരിൽ പ്രധാനികളാണ് കുടുംബ കേന്ദ്രിത ജീവിതം നയിക്കുന്ന ആത്മായർ. അവർ ദയയുടെയും സഹനത്തിൻ്റെയും സഹായ മനസ്ഥിതിയുടെയും സഭയുടെ മുഖമാവുകയും വേണം. സഭയ്ക്കെതിരെ ക്ഷുദ്രശക്തികൾ ആക്രമം അഴിച്ചുവിടുമ്പോൾ ആ അധാർമികതകളെയും അനീതികളെയും പ്രതിരോധിക്കേണ്ട കാവൽ ഭടന്മാരുടെ ഉത്തരവാദിത്വവും ആത്മായ വിഭാഗത്തിനുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കരുണയിലും സഭയുടെ പിന്തുണയിലും ആശ്രയിച്ച് ക്രിസ്തു സാക്ഷികളായി ജീവിതത്തെ സമോഹനമായി ആത്മായർ ആവിഷ്കരിക്കണം. ജനതകളുടെ പ്രകാശത്തിൽ ഭൂമിയിൽ ദൈവരാജ്യം പണിയുവാനുള്ള സഭയുടെ ശക്തിസ്രോതസ്സും മുഖ്യ ഉപകരണവുമായി ആത്മായരെ വിശേഷിപ്പിച്ചിരിക്കുന്നു. സഹപ്രവർത്തന ശുശ്രൂഷ. സഹപ്രവർത്തന ശുശ്രൂഷയാണ് സഭയുടെ മറ്റൊരു കാതൽ. ഇത് സഭയെ ആധ്യാത്മികമായും ഭൗതികമായും ശക്തിപ്പെടുത്തുന്നു. മെത്രാന്മാർ, പുരോഹിതർ, ആത്മായർ എന്നിവരുടെ കൂട്ടായ്മ ജീവിതവും കൂട്ടുത്തരവാദിത്വത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളുമാണ് സഭയെ ചലനക്ഷമമാക്കുന്ന പ്രഭവ കേന്ദ്രം. ക്രിസ്തു തലവനായ സഭാസമൂഹത്തെ ഒറ്റ ജനതയായി നിലനിർത്തുന്നതിൽ സഹപ്രവർത്തന ശുശ്രൂഷയ്ക്ക് പരമ പ്രാധാന്യതയുണ്ട്. മെത്രാന്മാരും വൈദികരും സഭയുടെ ആത്മീയ തലം പരിപക്വമാക്കാൻ നേതൃത്വം നൽകുന്നു. സഭാശാസ്ത്ര വിവരണം, കാരുണ്യപ്രവർത്തികൾ, ക്രൈസ്തവ വിശുദ്ധി, വിശുദ്ധരുടെ ജീവിത പ്രഘോഷണം, സാക്ഷ്യപ്രഘോഷണങ്ങൾ എന്നിവയുടെ വിശകലനവും വ്യാഖ്യാനവും സഭയുടെ ആത്മീയ തലത്തെ പുരോഹിത വൃന്ദം ശക്തിപ്പെടുത്തുന്നത്. സഭയുടെ ബാഹ്യലോകത്തിൻ്റെ വളർച്ചയിൽ ആത്മാരുടെ പങ്ക് വിലപ്പെട്ടതാണ്.
കുടുംബം, പൊതുസമൂഹം എന്നീ സാമൂഹ്യ സ്ഥാപനങ്ങളുമായി അഭിമുഖം നിന്നു പ്രവർത്തിക്കുന്ന അൽമായർ ക്രിസ്തു സാക്ഷാത്കരിച്ച സ്നേഹരാജ്യത്തിൻ്റെയും കാരുണ്യ ലോകത്തിൻ്റെയും സന്ദേശവാഹകരാകണം. കർമ്മരംഗം വ്യത്യസ്തമായിരിക്കുമ്പോഴും പുരോഹിതരും അൽമായരും ദൈവരാജ്യ വിളംബരം ഹൃദയ സാരല്യത്തോടെ ഏകോന്മുഖമായി ചെയ്യണമെന്ന് ജനതകളുടെ പ്രകാശം വ്യക്തമാക്കുന്നു. മാത്രമല്ല, വിശ്വാസികൾ ഓരോരുത്തരും ദൈവിക വിശുദ്ധിയിൽ അവബോധപ്പെടുകയും അതിൽ നിന്ന് ആർജിക്കുന്ന വെളിപാടുകളെ സഭാപ്രബുദ്ധതയ്ക്ക് ഉപയുക്തമാക്കുകയും വേണം. സഹപ്രവർത്തന ശുശ്രൂഷയിലെ പുരോഹിത അൽമായ പങ്കാളികൾ ഇങ്ങനെയുള്ള പ്രക്രിയയിലൂടെ സഭയുടെ ലോകദൗത്യം ശോഭനമാക്കണം. ആത്മീയതയും വിശുദ്ധതയും. ആത്മീയതയും വിശുദ്ധിയും സഭയുടെ കേന്ദ്രബിന്ദുവും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആധാരശിലയുമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവിക ഔന്നത്യത്തിലേക്ക് സഭാവിശ്വാസികൾ ഉയർത്തുവാനുള്ള ഉൾപ്രേരകമായി ആത്മീയ വിശുദ്ധി ബന്ധങ്ങളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ സഭയ്ക്കു കഴിയണം. ആത്മീയ ജീവിതം ആഴപ്പെടുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാക്കുവാനുള്ള പ്രാപ്തി വിശ്വാസികൾ കൈവരിക്കുന്നത്. ദൈവവിളിക്കുത്തരം നൽകാൻ വിശ്വാസികളെ പാകപ്പെടുത്തുന്ന ഉറവിടമാണ് സഭ എന്നർത്ഥം. ക്രിസ്തുവിൻ്റെ ത്യാഗജീവിത മാതൃകയാക്കി ആ സ്നേഹലോകവുമായി താതാത്മ്യപ്പെട്ടു വേണം സഭാവിശ്വാസികൾ ആത്മീയവാഹകരാകേണ്ടത്. വ്യാപരിക്കുന്ന സാമൂഹ്യ മണ്ഡലങ്ങളിൽ സംശുദ്ധത കാത്തു സംരക്ഷിക്കാൻ വിശുദ്ധ വഴികൾ തിരഞ്ഞെടുത്തവർ ബദ്ധശ്രദ്ധരാവണം. പ്രാർത്ഥനയും ആരാധനയും സഹനമാർഗങ്ങളും സ്വീകരിച്ചു വേണം അവർ ജീവിതത്തിൽ വിശുദ്ധി രൂപപ്പെടുത്തേണ്ടത്. സത്യം, ധർമ്മം, നീതി, ദയ, കാരുണ്യം ഇവ ജീവിതത്തിൻ്റെ ദീപസ്തംഭങ്ങളാക്കാൻ ഓരോ ക്രൈസ്തവ വിശ്വാസിയും പരിശ്രമിക്കണം. ഈ ബഹുത്വ പ്രയോഗങ്ങളിലൂടെ ആത്മീയതയുടെയും വിശുദ്ധിയുടെയും അതിർത്തി തൊടൽ ഓരോ വിശ്വാസിക്കും കഴിയും. പരിപാലനത്തിൻ്റെയും സഹനത്തിൻ്റെയും ദൗത്യം. സഭയുടെ അടിസ്ഥാന വ്യക്തിത്വമായും ദൈവരാജ്യത്തിന് നിർണായക ചിഹ്നമായും പരിപാലനത്തിൻ്റെയും സഹനത്തിൻ്റെയും ദൗത്യം ജനതകളുടെ പ്രകാശം ഉയർത്തിപ്പിടിക്കുന്നു. പാർശ്വവത്കൃത ജനതയുടെ മേൽ കരുണാകൃപ കടാക്ഷങ്ങൾ ചൊരിയേണ്ടത് സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ അനിവാര്യതയാണ്. കാരണം അശരണരും ആലംബഹീനരുമായ നിർധനർ ക്രിസ്തുവിൻ്റെ പ്രിയങ്കരരാണ്. ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണ അവകാശികളത്രേ അവർ. ക്രിസ്തുവിൻ്റെ സുവിശേഷം സഭ പ്രഘോഷിക്കുന്നത് സമൂഹം അരികുവൽക്കരിച്ച മനുഷ്യരെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. ദരിദ്രരോട് ദയാവായ്പോടെ പെരുമാറിയും രോഗികൾ ഉൾപ്പെടെയുള്ള അനാഥരെ ആത്മീയമായും ഭൗതികമായും പിന്തുണച്ചുമാണ് പരിപാലനത്തിൻ്റെയും സഹനത്തിൻ്റെയും ദൗത്യം സഭാംഗങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. ക്രിസ്തു സന്ദേശവും സാക്ഷ്യവും സാധ്യമാക്കാൻ സഭയ്ക്ക് പിൻബലം ഈ നിഷ്കാമ പ്രവർത്തനങ്ങളാണ്. സഭയിൽ പരിശുദ്ധ മറിയത്തിൻ്റെ സ്ഥാനം. സഭയുടെ ലോകദൗത്യത്തിലും വിശ്വാസികളുടെ ആത്മീയ വ്യക്തിത്വ രൂപീകരണത്തിലും പരിശുദ്ധ മറിയം കേന്ദ്രസ്ഥാനത്ത് വർത്തിക്കുന്നു. പരിശുദ്ധ മറിയത്തെ ദൈവമാതാവ് എന്നതിലുപരി സഭയുടെ മാതാവായും പരിശുദ്ധിയുടെ മാതൃകയായും വിശേഷിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനനം വഴി കന്യകാമറിയം ദൈവമാതാവായി ഉയർത്തപ്പെട്ടു. അമ്മ എന്ന നിലയിൽ ക്രിസ്തുവിനോടുള്ള മറിയത്തിൻ്റെ ആത്മബന്ധം അവളെ ദൈവിക രഹസ്യത്തിൻ്റെ പൂർണ്ണ ഭാഗമാക്കുന്നു. സഭാവിശ്വാസികൾ പരിശുദ്ധ കന്യകാമറിയം ദൈവവുമായി സംവദിക്കുവാനുള്ള രക്ഷാകവാടമാണ്. മറിയത്തിൻ്റെ മാതൃത്വം സഭയെ സംരക്ഷിക്കുകയും ഏകസ്വരൂപമായി നിലനിർത്തുകയും ചെയ്യുന്നു. സ്നേഹത്തിൻ്റെയും കരുണയുടെയും കാവലാളായ മറിയത്തിലുള്ള വിശ്വാസം ദൈവോന്മുഖമായി പ്രാർത്ഥിക്കാനും വരദാനങ്ങൾ അപേക്ഷിക്കുവാനും വിശ്വാസികൾക്കുള്ള കരുത്തും ആത്മബലവുമാണ്. ആത്മീയതയിൽ വളരുവാനും തദനുസാരം പ്രവർത്തിക്കാനും മറിയത്തിൻ്റെ സാന്നിധ്യം സഭാവിശ്വാസികളെ പ്രാപ്തരാക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശുദ്ധ മാതൃത്വം, ക്രിസ്തുവിനോടുള്ള സ്നേഹം, സഭയുടെ സംരക്ഷണത്തിലുള്ള ഇടപെടൽ എന്നിവ വിശ്വാസികളുടെ ജീവിതത്തിലും സഭയുടെ ദൗത്യത്തിലും നിലനിൽക്കുന്നു. സംഗ്രഹം. ആഗോള കത്തോലിക്ക സഭയുടെ സാർവത്രിക കാഴ്ചപ്പാടും അതിനെ പ്രയോഗവൽക്കരിക്കുവാൻ സഭ സംശീകരിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന തത്വസംഹിതങ്ങളുമാണ് ജനതകളുടെ പ്രകാശത്തിൻ്റെ ഉള്ളടക്കം. സഭയുടെ സ്വഭാവവും വ്യക്തിത്വവും സഭയിൽ ആത്മായരുടെ പ്രവർത്തനവും പങ്കാളിത്തവും സഹപ്രവർത്തന ശുശ്രൂഷ, ആത്മീയതയും വിശുദ്ധതയും പരിപാലനത്തിൻ്റെയും സഹനത്തിൻ്റെയും ദൗത്യം, സഭയിൽ പരിശുദ്ധ മറിയത്തിൻ്റെ സ്ഥാനം എന്നിവയായിരുന്നു ആ തത്വസംഹിതകൾ. സഭയുടെ ആജീവനാന്ത നിലനിൽപ്പിൻ്റെ സവിശേഷ ഭാഗധേയമായി ഇതിനെ വിശേഷിപ്പിക്കാം.